കുർമുക്ക് വാട്ടർ. അതെ, ഇന്നത്തെ എൻ്റെ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് കുർമുക്ക് വാട്ടറിൽ നിന്നാണ് കേട്ടോ. കുർമുക്ക് വാട്ടറിൽ നിന്ന് ബട്ടർമിയർ വില്ലേജ് വഴി ന്യൂലാൻഡ് പാസ്, അവിടെ നിന്ന് കെസ്വിക്ക്. ഇതാണ് ഇന്നത്തെ എൻ്റെ റൂട്ട്. ഈ വഴി കൂടി റൈഡ് ചെയ്യാൻ ഒരു പ്രത്യേക മൂടാണ് കേട്ടോ. കാര്യം അപ്പുറത്ത് ലേക്സും മലയും നല്ല കാഴ്ചകളൊക്കെ കണ്ട് കിടിലനായിട്ട് ഡ്രൈവ് ചെയ്ത് പോകും. അത് ഓരോ സ്ഥലം എത്തുമ്പോഴും ആ സ്ഥലത്തിന് അതിൻ്റേതായ പ്രത്യേകതകളുണ്ട്. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ന്യൂലാൻഡ് പാസ്. ഇത് ബട്ടർമിയറിനെയും കെസ്വിക്കിനെയും തമ്മിൽ കണക്ട് ചെയ്യണ ഒരു ലിങ്ക് റോഡാണിത്. ഇതിലെയുള്ള റൂട്ടും കിടിലനാണ്. ഇതിലെ വണ്ടി ഓടിക്കാനായിട്ട് ഒരു രക്ഷയില്ല. കുറേ കുത്തനെയുള്ള കയറ്റവും കുറേ ഇറക്കവും കുറേ കിടിലൻ ടേണുകളും, അത് പോരാത്തതിന് നല്ല അടിപൊളി വ്യൂവും. അപ്പം ഇതിൽ ട്രാവൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വെതറൊക്കെ നോക്കിയിട്ട് വന്നതായിരിക്കും കുറച്ചും കൂടി സേഫ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വെൽക്കം ബാക്ക് ടു ചെയിൻ റിയാക്ഷൻ. ഈ കുർമുക്ക് വാട്ടർ സ്ഥിതി ചെയ്യണത് ഇംഗ്ലണ്ടിൽ ലേക്ക് ഡിസ്ട്രിക്റ്റിലാണ്. അതായത് ബട്ടർമിയറിൻ്റെയും ലോസ് വാട്ടറിൻ്റെയും ഇടയിലായിട്ടാണ് ഈ സ്ഥലമുള്ളത്. അപ്പോൾ ഈ ലേക്കിന് 2.5 മൈലാണ് ഇതിന് നീളം പറഞ്ഞത്. ഈ കുർമുക്ക് വാട്ടർ നാഷണൽ ട്രസ്റ്റിൻ്റെ കീഴിലാണുള്ളത്. അപ്പോൾ ഇവിടെ അതുകൊണ്ട് തന്നെ മറ്റേ എൻജിൻ വെച്ചേക്കണ ബോട്ടൊന്നും അലൗഡ് അല്ല. കയാക്കും പെഡൽ ബോട്ടും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അലൗഡാണ്. പക്ഷേ ഇതിന് പെർമിറ്റ് ഉണ്ട്. ഫിഷിങ്ങിനും ബോട്ടിനും പെർമിറ്റ് ഉണ്ട്. അത് ബട്ടർമിയറിലെ മറ്റേ കാർ പാർക്കിംഗ് മെഷീനിൽ നിന്നാണ് നമുക്ക് അത് കിട്ടണത്. ഈ ലേക്കിൻ്റെ ഭംഗി അതുപോലെ തന്നെ നിലനിർത്താനായിരിക്കണം. ഇവിടെ അടുത്തൊന്നും വേറെ കടകളൊന്നുമില്ല. ഈ ലേക്കിനോട് ചുറ്റിപ്പറ്റി വേറെ കടകൾ മെൽബർക്കും ഗ്രാസ്മോറും, ഈ 2 മൗണ്ടെയ്ൻസാണ് ഇതിൻ്റെ തൊട്ടടുത്തായിട്ടുള്ളത്. ഈ 2 മൗണ്ടെയ്ൻസും ഹൈക്കിങ്ങിനും വൈൽഡ് സ്വിമ്മിങ്ങിനൊക്കെ അറിയപ്പെടുന്ന സ്ഥലമാണ്. ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ബട്ടർമിയറിലേക്കാണ്. ബട്ടർമിയറിൽ നിന്ന് ന്യൂലാൻഡ് പാസിലേക്ക് അവിടെ നിന്നാണ് തിരിഞ്ഞു പോണത്. അപ്പോൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ റൈറ്റ് സൈഡിലായിട്ടുള്ളത് ആണ് ഈ പറഞ്ഞ ലേക്ക്, കുർമുക്ക് ലേക്ക്. അപ്പോൾ ഇതിൽ പോകുമ്പോൾ ഉള്ള ഈ കാണുന്ന വ്യൂ ഒക്കെ കിടിലനാണ്. ഇനി ഇവിടെ നിന്ന് അങ്ങാടേക്ക് വേറെ വ്യൂ ആണ്. വെയിറ്റ് ചെയ്യുക. ഞാനധികം പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. എല്ലാവരും എൻജോയ് ചെയ്യുക. ഈ സ്ഥലത്തേക്ക് എത്താനായിട്ട് ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ പെൻറൂത്താണ്. പെൻറൂത്തിൽ നിന്ന് പിന്നെ സ്റ്റേറ്റ് ബസ്സിൻ്റെ ബസ് സർവീസാണ് ഈ സ്ഥലത്തേക്ക്. നിങ്ങൾ ഹൈക്കിങ്ങിന് താല്പര്യമുള്ളവരാണെങ്കിൽ ഹൈക്കിങ്ങിന് പറ്റിയ സൗകര്യങ്ങൾ ഇവിടെയുണ്ട്. പാർക്കിംഗ് സ്പേസും ഉണ്ട്. ഇപ്പോൾ സമ്മറിൽ വീക്കെൻഡൊക്കെ ആണെങ്കിൽ തിരക്കായിരിക്കുള്ളൂ. വീക്ക് ഡേയ്സ് ആണെങ്കിൽ അത്ര വലിയ കാര്യമായിട്ടുള്ള തിരക്ക് കാണാൻ സാധ്യതയില്ല. ഈ സ്ഥലങ്ങളിൽ ഓവർനൈറ്റ് ക്യാമ്പിംഗ് ഒന്നും അലൗഡ് അല്ല. പിന്നെ അതേപോലെ നമ്മൾ കൊണ്ടുവരുന്ന സാധനങ്ങളുടെ വേസ്റ്റ് മാനേജ്മെൻറ്റും നമ്മൾ കറക്റ്റായിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇന്ന് നല്ല വെയിലുണ്ടായിരുന്നു. ഏകദേശം ഒരു 13 ഡിഗ്രി 14 ഡിഗ്രി അതായിരുന്നു മാക്സിമം ടെമ്പറേച്ചർ. ഇന്നപ്പോൾ സൂര്യനെ കണ്ടതിൻ്റെ സന്തോഷം എന്നെപ്പോലെ തന്നെ എല്ലാവരും റോട്ടിൽ കാണുന്ന എല്ലാവരുടെയും മുഖത്ത് അത് കാണാനുണ്ടായിരുന്നു. ഇനി ഇവിടെ നിന്നുള്ള റൈഡ് കിടിലനാണ്. ഇവിടെ നിന്ന് ഇതാണ് മറ്റേ ന്യൂലാൻഡ് പാസിലേക്കുള്ള വഴി. ഇവിടെ നിന്ന് ഇനിയും പോകുമ്പോഴുള്ള കാഴ്ചകളൊക്കെ സൂപ്പറാണ്. ഈ വഴി കെസ്വിക്കിൽ നിന്ന് കയറി ഒരു വില്ലേജ് കവർ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഈ പാസ് ഈ വഴി വരുന്നത്. ഈ വഴി നേരെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ബട്ടർമിയർ എത്താൻ പറ്റും.
വന്ന വഴിക്ക് നല്ല സീനറീസൊക്കെ കണ്ട് അവിടെയുള്ള വെള്ളച്ചാട്ടമൊക്കെ കണ്ടിട്ട് നമുക്കിതിൽ റൈഡ് ചെയ്ത് വരാം. ഇതിലാണ് നല്ലൊരു എക്സ്പീരിയൻസ്. നമ്മിപ്പോൾ കാണുന്നതാണ് കേട്ടോ മോസ്കോസ് വാട്ടർഫോൾസ്. ഇത് കാണാൻ പറ്റുന്ന രീതിയിലാണ് വാട്ടർഫോൾസ് ഉള്ളത്. നമ്മൾ ഇതിൽ വണ്ടിക്ക് കവർ ചെയ്ത് പോകുമ്പോഴേക്കും നമുക്ക് കാണാൻ പറ്റും വാട്ടർഫോൾസ്. ഇവിടെ നിന്നൊരു 200 മീറ്റർ നടക്കാവുന്നുള്ളൂ. ഈ അടുത്തുള്ള കാർ പാർക്കിങ്ങിൽ നിന്ന് 200 മീറ്റർ നടക്കാവുന്നുള്ളൂ ഈ വാട്ടർഫോൾസ് എത്താനായിട്ട്. ചില റൈഡുകൾ ലക്ഷ്യത്തിനല്ല, അതൊരു ഫീലാണ്. ഇവിടെ നിന്ന് ഇനി താഴേക്ക് കാണുന്ന വഴി കിടിലനാണ്. അതിലുള്ള റൂട്ടും സൂപ്പറാണ്. അപ്പോൾ അത് അടുത്ത വീഡിയോയിൽ കാണാം. ഒരു റൈഡ് മതി, എല്ലാം സെറ്റാവും. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രേ ഉള്ളൂ. ഇനിയപ്പോൾ അടുത്ത റൈഡിൽ കാണാം. അപ്പോൾ തരാം.